ഫ്ലക്സിൽ ട്വിസ്റ്റ്. കേസിക്കായി വാടാനപ്പള്ളിയിൽ ഫ്ലക്സ് വെച്ചത് CPM പ്രവർത്തകൻ. പാലക്കാട് CPM-ൽ കൂട്ടരാജി. ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച ഏരിയ കമ്മിറ്റി അംഗത്തിൽ അതിന്റെ ഫോട്ടോ കോൺഗ്രസ്സുകാരെ എല്ലാവർക്കും ഉപയോഗിക്കാം. എനിക്ക് ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ടു കാണുമെന്ന് തോന്നുന്നുണ്ട്. CPM പ്രവർത്തകൻ രാത്രി കൊണ്ട് KC വേണുഗോപാലിന്റെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കൊണ്ടു വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തമ്മി തല്ലിക്കാൻ നോക്കിയതാ. എടാ, നാണവും മാനം കെട്ടവും വരെ നിനക്കൊക്കെ ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഇതിവരെ പണ്ടേ ഉള്ള ശീലമാണ്. ഇതിപ്പോ കോൺഗ്രസ്സുകാരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം KC വേണുഗോപാൽ VD രമേശ് ചെന്നിത്തലയാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടി 3 പേര് കിടന്ന് നെട്ടോട്ട് ഓടുന്നു എന്നുള്ള രീതിയിലാണ്. ഇത് ഈ അണികള് എന്താ പറയുക, പാർട്ടിക്കാർ തന്നെ ഇറങ്ങി തിരിച്ച് കാണിച്ച് കുറെ തോന്നിവാസങ്ങളാണ്. തന്റെ നേതാക്കന്മാരുടെ ശക്തി കാണിക്കാൻ വേണ്ടി കാണിച്ച് അവസാനം തമ്മിലടിക്കുന്നുള്ള ഒരു ചീത്തപ്പേരും കൂടി ഇപ്പം നാട്ടുകാരുടെ ഇടയിലായിട്ടുണ്ട്. എന്തായാലും 2 ദിവസം മുമ്പ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഫ്ലെക്സുകൾ നീക്കണം എന്നെല്ലാം പറഞ്ഞു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ എണ്ണം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മതി. തൃശ്ശൂര് ഈ പറഞ്ഞ CPM നേതാവ് കൊണ്ട് കാണിച്ച തോന്നിവാസം കണ്ടില്ല നിങ്ങൾ? എന്തിനാണ് നിനക്കൊക്കെ? പാലക്കാട് 40ഓളം ഇത് പ്രവർത്തകർ രാജിവെക്കാൻ നിൽക്കുന്നു. 26 പേര് രാജിവെച്ച് കഴിഞ്ഞു. ബാക്കി 14 പേര് ഏത് പാർട്ടിയിലോട്ട് പോകണമെന്നും പറഞ്ഞ് ഇങ്ങനെ ചാടി നിൽക്കുന്നോണ്ടിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം ചിലപ്പോൾ അത് BJP ആവാം, കോൺഗ്രസ് ആവാം. ആദ്യമൊക്കെ നിന്റെയൊക്കെ തമ്മിലടി അറിയാൻ നിർത്ത്, എന്നിട്ട് കോൺഗ്രസിന്റെ നെഞ്ചത്തോട്ട് കയറാൻ നോക്കും. പിന്നെ അതുപോലെ തന്നെ കൊല്ലത്തും ഇതുപോലെ തന്നെ വോട്ടും കാര്യങ്ങളും ഒന്നും ചേർത്തൊന്നുമില്ല. ഇപ്പൊ അതും വിഷയമായി പാർട്ടിക്കകത്ത്. സത്യം പറഞ്ഞാൽ ഇവിടെ കൂടുതലും തമ്മിലടി ഇടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് CPM-ഉം CPI ആണ് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് BJP-കാരുടെ. BJP-യിലും ഉണ്ട് ഇതൊക്കെ തന്നെ. ശ്രീരേഖ IPS-ന്റെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് എത്ര കാര്യങ്ങളുണ്ടായിരുന്നു, എത്ര കാര്യങ്ങളുണ്ടായത്. പുള്ളിക്കാരിയെ അവിടുത്തെ മേയറാക്കണം, അതാക്കണം പറഞ്ഞിട്ടുള്ള വാശിയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതായിരുന്നല്ലോ. ഇവരൊക്കെ പരസ്യമായിട്ട് എല്ലാവരും കാണിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയൊക്കെ 10 വർഷം കൊണ്ട് ഭരിച്ച് മുടിപ്പിച്ചിട്ട് നിനക്കൊക്കെ നാണമില്ലടെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി? പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി കസാര ചർച്ച. ഞാൻ ഇന്നലെ അറിഞ്ഞ വിവരം ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷെ ഇന്ന് രാവിലെ അറിയുന്ന വേറെ കഥയാണ്. ഇന്നലെ അറിഞ്ഞത് 2.5 വർഷം VD ആണെങ്കിൽ 2.5 വർഷം രമേശ് ചെന്നിത്തല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. നമ്മളിവിടെ അടുത്താണ്, ഹരിപ്പാട്, വലിയ ദൂരമൊന്നുമില്ല. നമുക്ക് പാർട്ടിക്കകത്തുള്ള ആൾക്കാരെയൊക്കെ നല്ല രീതിയിൽ അറിയാം. പക്ഷെ ഇന്ന് അറിഞ്ഞ് വെച്ചത് എന്താണെന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല ഈ ഫ്രെയിമിലേ ഇല്ല. ചിലപ്പോൾ VD സതീശൻ ചിലപ്പോഴേ ആവത്തുള്ളൂ. KC ആവാനാണ് ചാൻസ് കൂടുതൽ. മുഖ്യമന്ത്രി KC ആവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ അത് തർക്കം കൂടുവാണെങ്കിൽ 2.5 വർഷം മാത്രം. പിന്നെ ഇലക്ഷൻ വരുവാണെങ്കിൽ VD അല്ല KC നിൽക്കുന്ന തോക്കുവാണെങ്കിൽ KC പുറത്താവും, സതീശൻ 5 വർഷം ഭരിക്കും. ആ ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും വാശി പിടിക്കുന്നത് KC തന്നെയാണെന്നാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. VD നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആരും അങ്ങനെ സബ് ചെയ്യുന്നില്ല. ഈ പൊളിറ്റിക്സ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പൊളിറ്റിക്സ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സബ് കുറവാണ് കയറുന്നത്. എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക. എന്നാലും നമുക്ക് ന്യൂസിലോട്ട് പോകാം. തൃശ്ശൂരിലെ KC വേണുഗോപാൽ അനുകൂല ഫ്ലക്സിൽ ട്വിസ്റ്റ്. കേസിക്കായി വാടാനപ്പള്ളിയിൽ ഫ്ലക്സ് വെച്ചത് CPM പ്രവർത്തകൻ. CPM പ്രവർത്തകൻ അരവശ്ശേരി മുഹമ്മദ് ഫ്ലക്സ് വയ്ക്കുന്നതിന് ദൃശ്യം പുറത്ത്. വിശദാംശങ്ങൾ നിഖിൽ ഡേവിസ് നൽകും. നിഖില്, എന്താണ് ഈ മുഹമ്മദ് അരവശ്ശേരി നടത്തമൊക്കെ കണ്ടിട്ട് നാട്ടിലൊരു മാന്യനാണ് തോന്നുന്നത് കണ്ടിട്ട്. മുഹമ്മദിന് ഈ ഫ്ലക്സ് വെക്കുന്നത് കൊണ്ടുള്ള മെച്ചം? മീട്ടു, കേരളത്തിലാകമാനം കോൺഗ്രസ് തന്നെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. പക്ഷേ വാടാനപ്പള്ളിയിൽ വെച്ച ഫ്ലക്സ് ബോർഡാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്ക് KC വേണുഗോപാലിന്റെ പേരിൽ ഒരു ഫ്ലക്സ് വാടാനപ്പള്ളി വന്നിരുന്നു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു ഈ ഫ്ലക്സ് ബോർഡ്. KC നയിക്കട്ടെ എന്നായിരുന്നു KC വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു ചിത്രം വന്നത്. അപ്പൊ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇങ്ങനെ ഫ്ലക്സ് ആരാണ്, സേഫ് കോൺഗ്രസ് എന്നുള്ള പേരിൽ ആരാണ് ഇങ്ങനെ ഒരു ഫ്ലക്സ് വെച്ചതെന്ന് കോൺഗ്രസിന്റെ തന്നെ പ്രാദേശിക നേതാക്കൾ അന്വേഷണം തുടങ്ങി. അങ്ങനെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ തന്നെ സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശോധിച്ച സമയത്താണ് CPM പ്രവർത്തകൻ അരവശ്ശേരി മുഹമ്മദ് ഇങ്ങനെ ഫ്ലക്സ് ബോർഡുമായി അതിന്റെ മുന്നിലേക്ക് വരുന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞത്. CPM-ന്റെ വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും പട്ടലങ്ങാടി ബ്ലോക്ക് മെമ്പറുമാണ് ഭാര്യ. അരവശ്ശേരി മുഹമ്മദ് ഈ മണലൂരിൽ പ്രത്യേകിച്ച് നീയൊക്കെ ആ പഞ്ചായത്തിൽ നിന്നാൽ പോലും 10 വോട്ട് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാകുന്ന നാട്ടുകാർക്ക് മനസ്സിലായി. കുത്തിത്തിരിപ്പെന്താന്ന്. കഷ്ടം. എത്ര കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ആയിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്താണെങ്കിൽ പോലും ഗണേഷ് കുമാർ കാണിച്ച ക്രൂരമായിട്ടുള്ള വൃത്തികേടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കുത്തിത്തിരിപ്പ്
അവൻ കാണിച്ചു തോന്നിയ ദിവസം ആ പാവം പിടിച്ച മനുഷ്യന്റെ നെഞ്ചത്തോട്ട് വേറൊരാളെ കൊണ്ടിടിപ്പിക്കുക. രാഷ്ട്രീയത്തിൽ ഇതുള്ളതാണ്. ഇതൊക്കെ കണ്ടും കേട്ടും വിശ്വസിക്കുന്ന മണ്ടരായിട്ടുള്ള കുറച്ച് ജനങ്ങളുണ്ട്. അല്ല എന്താ പറയാനാ. സി രവീന്ദ്രനാഥിന് വേണ്ടി വലിയ തോതിൽ പ്രചരണത്തിൽ ഇറങ്ങിയതാണ്. സ്വന്തം കാറിൽ രവീന്ദ്ര മാഷിന്റെ ചിത്രമൊക്കെ പതിച്ച് വളരെ സജീവമായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് അറവശ്ശേരി മുഹമ്മദ്. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് വൈകിട്ട് പ്രകടനം നടത്തിയിരുന്നു. UDF മണ്ഡലം കമ്മിറ്റി ഉദ്ദേശം എന്തായിരുന്നു? ശരിക്കും കോൺഗ്രസുകാർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാവട്ടെ എന്നാണോ, അതോ KC വേണുഗോപാലിന് വേണ്ടി ശരിക്കും ഫ്ലെക്സ് വെച്ചോ? ഇതിൽ കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത് അല്ല, ഞാൻ പറയട്ടെ, ഇവർ ഈ ഫ്ലെക്സ് കൊണ്ട് വെച്ചിട്ട് ഇതിന്റെ ഫോട്ടോസ് എടുക്കും. ഇതിന്റെ ഫോട്ടോസ് എടുത്തിട്ട് കൊണ്ട് ഫേസ്ബുക്കിലിടും. ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇത് നടത്തും, പ്രചരണം നടത്തും. എന്നിട്ട് അതിന്റെ അടി വന്നിട്ട് തമ്മിലടി കണ്ടില്ല, ഇത് കണ്ടില്ല, മറ്റേത് കണ്ടില്ല. ഇതിപ്പോ എല്ലാ നാട്ടിലുള്ള, ഞങ്ങളുടെ നാട്ടിലും ഇതൊക്കെ തന്നെ പരിപാടികളും കാര്യങ്ങളൊക്കെ. ഫ്ലെക്സ് ഒന്നും വെച്ചല്ല, അല്ലാതെ പല കേസുകളിലാണെങ്കിൽ പോലും നാണം കെട്ട നാറികളുണ്ട്. എന്റെ പൊന്നോ, ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക്. ഇപ്പോൾ സ്വാഭാവികമായും ഒരു ചേരിതിരിവ് KC വേണുഗോപാലിന്റെയും VD സതീശിന്റെയും പേരിൽ ഒരു ചേരിതിരിവ് ഉണ്ടാകും എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഇങ്ങനെ ചെയ്തത്. CPM നേതാക്കൾ തന്നെ ഇതിൽ വളരെയധികം വിഷമം പ്രകടിപ്പിക്കുകയാണ്. കാരണം അത് ഇങ്ങനെ ഒരു ഫ്ലക്സ് വെക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇയാള് മാത്രമായിരിക്കത്തില്ല, ഇപ്പൊ വിഷമം കാണിച്ചവന്മാരും ഇതിന്റെ പിന്നിൽ കാണും, ഉറപ്പാ. എല്ലാരും കൂടെ പ്ലാൻ ചെയ്യാതെ ഒരാൾ ഇങ്ങനെ ചെയ്യൂല. തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫ്ലക്സ് വെച്ച സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ പോയി ഒരു ഫ്ലക്സ് വെച്ച് എന്നുള്ളതാണ് ഈ പ്രവർത്തകരോട് പാർട്ടി നേതാക്കൾ തന്നെ ചോദിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അപ്പോ ഇനിയിപ്പോ പാർട്ടിയുടെ ഒരു വിശദീകരണം കൂടി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും കേരളത്തിലെ CPM പ്രവർത്തകർ പോലും KC വരാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫ്ലക്സ് ഇനി വരുമോ എന്നാണ് ഇനി കാണേണ്ടത്. ഓക്കെ. ചാണ്ടി ഉമ്പൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അച്ഛന്റെ ഫ്ലെക്സ് എല്ലാവരും വലിച്ചു കയറുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാരായിരിക്കത്തില്ല, അത് മറ്റു പാർട്ടിക്കാരായിരിക്കും എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഏകദേശം അതൊക്കെ കറക്റ്റ് ആവുകയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കയറിയ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. KCയുടെ വലിച്ചു കയറുന്നതിന്റെ കൂട്ടത്തിൽ പുള്ളിയുടെ കയറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ചാണ്ടി ഉമ്മൻ അന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ വെച്ചുതരാം. കോൺഗ്രസ്സുകാരെ എല്ലാവർക്കും ഉപയോഗിക്കാം. എനിക്ക് ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ. നിങ്ങൾ വലിച്ചു കയറുമ്പോൾ, നിങ്ങൾ കത്തിക്കുമ്പോൾ അത് എന്നെ വേദനിപ്പിക്കും. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് കോൺഗ്രസ്സുകാരാവാൻ സാധ്യതയില്ല. അത് വേറെ ആരെങ്കിലും ആയിരിക്കാം ഇതിന്റെ അടുത്ത് നുഴഞ്ഞു കയറി. ഞാൻ ഇന്നലെ ഇതേ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ താഴെ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നുണ്ട്, വളരെ മോശമായി എന്റെ പിതാവിനെ കുറിച്ച് വളരെ മോശമായ ഭാഷയിൽ. ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഇത് കരുതി നോക്കിയപ്പോൾ അദ്ദേഹം ഒരു BJPയുടെ നേതാവാണ്, ഏതോ സ്ഥലത്തെ യൂണിറ്റ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ BJPക്കാരങ്ങനെ മുഴുവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിന് ഒരാൾ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ചെല്ലും ഇതേ പ്രകടനങ്ങളിലൊക്കെ കയറിയിരുന്നുണ്ടോ എന്ന് സംശയം. അല്ലെങ്കിൽ അത് എന്റെ പിതാവിന്റെ ഫോട്ടോ കോൺഗ്രസ്സുകാരും കത്തിക്കുമെന്നോ കോൺഗ്രസ്സുകാരും അതിലേക്ക് കയറുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇതേപോലെ പ്രകടനങ്ങൾ ഇത് പ്രീമച്യൂറാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു പ്രോസസ്സാണ് ഈ പാർട്ടിക്ക്. ആ പാർട്ടിയുടെ പ്രോസസ്സ് ഞാൻ ഇന്നലെ പലരോടും പറഞ്ഞതാണ്. ആ പ്രോസസ്സ് കഴിയട്ടെ, അത് നമുക്ക് ആലോചിക്കാം. അപ്പോഴത്തേക്ക് ഈ തരത്തിലുള്ള പ്രകടനം വരുമ്പോൾ മറ്റുള്ള പാർട്ടിക്കാർക്കും അവസരമാണ് അതിനകത്തോട്ട് കയറാനും ഇതേപോലെ കാര്യങ്ങൾ കാണിക്കാനും എന്നുള്ളത്. CPM കൂട്ടരാജി. അതിനു മുമ്പ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇദ്ദേഹം കുറേയൊക്കെ മുൻകൂട്ടി കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻകൂട്ടി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാടാണെങ്കിൽ അതിനേക്കാളും കൂട്ടരാജി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. 40-40 ആൾക്കാർ മാറാൻ വേണ്ടി നിൽക്കുന്നത്. അതിൽ 26 പേര് പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു. ഈ പാർട്ടിയുടെ അവസ്ഥ എങ്ങോട്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിൻ്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇറങ്ങിയിരിക്കുന്നത്. അത് നിന്റെ പാർട്ടിയിലൊക്കെ സോക്കേട് മാറ്റാൻ നോക്കടാ നീയൊക്കെ. ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച ഏരിയ കമ്മിറ്റി അംഗത്തിൽ തരം താഴ്ത്തിയതിൽ പ്രതിഷേധിച്ച് 30-ലധികം പേർ പാർട്ടി വിടുന്നു. 4 ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന് 24 പേർ രാജി സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് അബ്ദുൾ ഷുക്കൂറിനെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, പാലക്കാട് എന്താണ് പാർട്ടിയിൽ സംഭവിക്കുന്നത്? മാധു, കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അബ്ദുൾ ഷുക്കൂറിനെ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തുന്നത്. ജില്ലാ സെക്രട്ടറിയുമായി അല്ലെങ്കിൽ ജില്ലാ നേതൃത്വമായി ജില്ലാ ഏരിയ കമ്മിറ്റി യോഗത്തിൽ വെച്ച് തർക്കം ഉണ്ടായതിനെ തുടർന്നാണ് പിന്നീട് അബ്ദുൾ ഷുക്കൂറിനെ ഈ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തുന്ന നടപടി ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് വലിയങ്ങാടി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ 4 ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നായി ഇപ്പോൾ 30 പാർട്ടി പ്രവർത്തകർ അതുപോലെ തന്നെ പാർട്ടി അനുഭാവികൾ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പാർട്ടി അറിയിച്ചിട്ടുള്ളവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ 24 പേരാണ് ഇപ്പോൾ ഈ രാജി അറിയിച്ചിട്ടുള്ളത്. 24 പാർട്ടി അംഗങ്ങളാണ് രാജി അറിയിച്ചത്. കാരണം പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂറിനെ നിരന്തരമായി പാർട്ടി ജില്ലാ സെക്രട്ടറി എല്ലാ കമ്മിറ്റി അംഗങ്ങളും കേട്ടല്ലോ.
ആദ്യമൊക്കെ നിങ്ങളുടെയൊക്കെ മാറ്റിയിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നല്ല കുത്തിത്തിരിപ്പ് ഇപ്പം നടക്കുന്നുണ്ട്, നല്ല കുത്തിത്തിരിപ്പ്. ഇപ്പൊ KV ഗണേഷ് കുമാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ BJPയുടെ വോട്ട് കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചെന്നുള്ള രീതിയിലൊക്കെ അത് വിശദമായിട്ടുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇടുന്നതാണ്. ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ആവുന്ന ഒരു വിഷയം മുഖ്യമന്ത്രി ആരാകും എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. അതും എന്താ പറയണ്ടേ, ഈ 3 പേരുടെ അത് അവിടെ ചർച്ച നടന്നോട്ടെ. പക്ഷെ ഇവിടുത്തെ അണികൾ കുറെ നാറികൾ ഇറങ്ങി തിരിഞ്ഞിട്ട് ഫ്ലെക്സും ബോർഡും പഴമൊക്കെ ആയിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലെ കുത്തിത്തിരിപ്പൊക്കെ നടക്കുകയൊക്കെ ചെയ്തത് മാറണം. എന്തായാലും കസാര കയറി കഴിഞ്ഞ് ഞാൻ ഈ അഴിമതി വരായിരുന്നാൽ മാത്രം മതി. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലവ് യു ഗൈസ്.